ഇടുക്കിയാണ്. ഒരുപക്ഷെ ശബരിമല പ്രതിഫലിക്കാവുന്ന ഒരു മണ്ഡലം കൂടിയാണ് ഇടുക്കി. കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാവുന്ന പത്തനംതിട്ട പൊന്നമ്പലം. അല്ല, ഇടുക്കിയുടെ ഒരു വലിയ പ്രത്യേകത എന്താണെന്നറിയോ? കഴിഞ്ഞ തവണത്തെ എതിരാളികളാണ് ഇത്തവണയും മത്സരിക്കുന്നത്, ഡീനും ജോയ്സ് ജോർജും. കഴിഞ്ഞ തവണ സഭ ജോയ്സ് ജോർജിന് അനുകൂലമായിട്ടുള്ള പരസ്യ പ്രഖ്യാപനം നടത്തിയിരുന്നു. ഇത്തവണ അങ്ങനെയല്ല. അതുകൊണ്ട് നമ്മൾ കണ്ട ഈ കാഴ്ച എന്താണ്? പുതിയ ബിഷപ്പ് പറഞ്ഞാൽ കൊള്ളാം കേട്ടോ. അദ്ദേഹം പറഞ്ഞത് ആധ്യാത്മിക കാര്യങ്ങൾ നോക്കേണ്ടവർ ആധ്യാത്മിക കാര്യങ്ങൾ നോക്കുക, രാഷ്ട്രീയം നോക്കുന്നവർ രാഷ്ട്രീയം നോക്കിക്കോട്ടെ. അല്ല, നിങ്ങൾ സഭയിലെ വൈദികന്മാരൊന്നും പോയി രാഷ്ട്രീയം കളിക്കേണ്ട കാര്യമില്ല. അല്ല, ഈ സഭയുടെ ഒരു കാര്യത്തിൽ പോലും സഭ അങ്ങനെ ഒരു നിലപാടാണ് എടുത്തത്. ഇപ്പോൾ UDF അനുകൂലമായിട്ടുള്ള, കാരണം UDF ഒരു പരമ്പരാഗത കോട്ട പോലുള്ള സ്ഥലമാണ്. PJ ജോസഫിന് 45,000. PJ ജോസഫ് ഇത്തവണ മത്സരിക്കാൻ വേണ്ടി അവിടെ ഇടുക്കി ചോദിച്ചാണ്. ഇടുക്കിയിൽ PJ ജോസഫിനെ നിർത്തിയിരുന്നെങ്കിൽ പാട്ടും പാടി ജയിക്കുമെന്നൊക്കെ. അല്ല, അദ്ദേഹത്തിന്റെ തൊടുപുഴയിൽ 45,000 വോട്ടിൽ ലീഡ് കിട്ടിയ. അല്ല, PJ ജോസഫ് അനുസരിച്ചിരുന്നെങ്കിൽ ഏറ്റവും സ്ട്രോങ് കാൻഡിഡേറ്റ് ആയിരുന്നു. അല്ല, അവിടെ ഉണ്ടാകുന്ന ഒരു വലിയ വിഷയം, BJPയുടെ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് ബിജു കൃഷ്ണൻ അവിടെ വരികയാണ്. BDJSന്റെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം ഇടുക്കി യൂണിയന്റെ പ്രസിഡന്റാണ്. SNDP ഇടുക്കി യൂണിയന്റെ പ്രസിഡന്റാണ്. കഴിഞ്ഞ തവണ അസംബ്ലി ഇലക്ഷനിൽ 1,00,000 വോട്ട്, 1,34,000 വോട്ട് പിടിച്ചു. BJP പിടിച്ചിരിക്കുന്നു. ഇടുക്കിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇടുക്കി ക്രൈസ്തവർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ കുടിയേറ്റക്കാരെന്ന് പറയുന്നത് വിഭാഗമാണ്. കാരണം എല്ലാ ഇടുക്കിയുടെ നാനാഭാഗങ്ങളിൽ അവരുണ്ട്, വളരെ സ്ട്രോങ് ആണ്. മാത്രമല്ല SNDP എന്നുള്ള പ്രസ്ഥാനം നമ്മുടെ ഈ എവിടെക്കാളും കൂടുതൽ ശക്തമായിട്ടുള്ള സജീവവും ശക്തവും. അല്ല, അതൊരു പക്ഷേ എന്റെ മനസ്സിലുള്ള ഒരു വലിയ ചിത്രമുണ്ട് കേട്ടോ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ബിജു കൃഷ്ണൻ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ ഇടുക്കി ടൗണിൽ കൂടിയുള്ള ഒരു BDJSന്റെ ഒരു യാത്ര അതെന്ന് പറഞ്ഞാൽ മറ്റേ ജനഘോഷയാത്ര എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത്. അല്ല, കഴിഞ്ഞ തവണ BDJS നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BDJS വോട്ട് പിടിച്ചിട്ട് അത് UDF ബാധിച്ചു എന്ന് നമ്മൾ പറയേണ്ടി വരും. എങ്കിലും ഇടുക്കി അസംബ്ലി മണ്ഡലത്തിൽ റോഷിക്ക് ജയിക്കാൻ പറ്റി. ഈ പീരുമേടും ഉടുമ്പൻചോലയിലും ഈ പറയുന്ന NDA ഫാക്ടർ നന്നായി UDF ബാധിച്ചത്. അല്ല, ഇക്കുറി ഇപ്പം BDJSന്റെ സ്ഥാനാർത്ഥി NDA മുന്നണിയിൽ നിൽക്കുന്നു. ഒരു പക്ഷേ 1,00,000-ലധികം വോട്ട് പിടിക്കാനുള്ള ഒരു കപ്പാസിറ്റി ആ സ്ഥാനാർത്ഥിക്ക് അവിടെയുണ്ട്. അല്ല, അവിടെ സഭയാണ്. നമ്മൾ ഈ മനുഷ്യരെ കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും പറയുന്ന ഒരു കാര്യമില്ലേ, ഇക്കുറി ഞങ്ങൾ അങ്ങനെയല്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ഡീനിന് ഒരു നറുക്ക് വീണോ എന്നുള്ളൊരു, കാരണം ജോയ്സിനോടൊരു എതിർപ്പുണ്ടാവുന്ന ഒരു കുറേ സാഹചര്യങ്ങളുണ്ട്. ഇതിൽ ഒരു പോയിന്റ് കൂടി ഉണ്ട്. കഴിഞ്ഞ തവണ കസ്തൂരിരംഗ റിപ്പോർട്ട് ഒരു വിഷയമായിരുന്നു, അത് ജോയ്സിനെ സഹായിച്ചു എന്നുള്ളൊരു കാര്യമുണ്ട്. ഇന്നിപ്പോൾ അതൊരു ചർച്ചയല്ല. അപ്പോൾ അത് ചർച്ചയല്ലെങ്കിലും അവിടുത്തെ CPMന്റെ ഈ കാര്യത്തിലുള്ള സ്റ്റാൻഡ് വളരെ സ്ട്രോങ് സ്റ്റാൻഡാണ്. അല്ല, അത് ഒരുപാട് നഷ്ടം പരിസ്ഥിതിപരമായി നോക്കുകയാണെങ്കിൽ പാർട്ടിക്ക് ഒരുപാട് നഷ്ടം ഉണ്ടാക്കിയെങ്കിലും അവിടെ അവരുടെ നിലപാടെന്ന് പറയുന്നത് അല്ല, അത് CPMന്റെ സ്റ്റാൻഡാണ്. പക്ഷെ ജോയ്സ് ജോർജ് എന്ന് പറഞ്ഞ വ്യക്തിയോട് ലീഡ് ചെയ്യുന്ന അവിടുത്തെ ക്യാമ്പയിനും എല്ലാം ലീഡ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയുണ്ട്. CPIയേക്കാൾ കൂടുതൽ അവിടെ ഇപ്പൊ CPIയുടെ അവിടുത്തെ സ്വാധീനം മറികടന്നിട്ട് CPI അവിടെ മുന്നിലെത്തി. അത് യാഥാർത്ഥ്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടിയുണ്ട്. നമ്മളിപ്പോൾ ഒരു തേയിലത്തോട്ടത്തിന്റെ നടുവിൽ നിന്നിട്ടാണ് ഈ സംസാരിക്കുന്നത്. ഇടുക്കി എന്ന് പറഞ്ഞ ഒരു കാർഷിക മേഖലയാണ്. കാർഷിക നയങ്ങൾ കർഷകരെ ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്ന ഒരു സമയമാണിത്. കേന്ദ്ര നയമായാലും സംസ്ഥാന മൊറട്ടോറിയം പോലും ഇതുവരെ പ്രഖ്യാപിക്കാൻ സർക്കാരിന് പറ്റുന്നില്ല, കൺഫ്യൂഷനായിട്ട്. അപ്പോൾ കർഷകർ ആത്മഹത്യ വരെ നടക്കുന്ന 2 സ്ഥലങ്ങളാണ് ഇടുക്കിയും വയനാടും. കർഷകരുടെ പ്രശ്നങ്ങൾ അവരാർക്ക് വോട്ട് ചെയ്യും, അവരുടെ പ്രശ്നങ്ങൾ. ഡീന് ഒരു എഡ്ജ് കൊടുക്കുന്നു. ഡീന് ഒരു എഡ്ജ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും സാഹചര്യം. കാരണം ജോയ്സ് ജോർജിന് നെഗറ്റീവുകളുമുണ്ട്. ഈ പറയുന്ന സഭയുടെ രാഷ്ട്രീയവും ഈ പറയുന്ന കാർഷിക രാഷ്ട്രീയവും വളരെ കൃത്യമായി വിലയിരുത്തപ്പെടുമ്പോൾ പിന്നെ ശബരിമലയുടെ വോട്ട്, ഞാൻ പറഞ്ഞ ശബരിമലയുടെ വോട്ടിന്റെ അഡ്വാൻറ്റേജ് UDF കിട്ടുമോ അവിടെ സംബന്ധിച്ച് BDJS സ്ഥാനത്ത് ഞാൻ പറഞ്ഞ ശബരിമലയുടെ ഒരു കാര്യം വരുമ്പോഴത്തേക്ക് അല്ല, അത് നമ്മൾ കേരളത്തിന്റെ രാഷ്ട്രീയം വിലയിരുത്തിയത് LDF പോകുന്ന നെഗറ്റീവ് വോട്ടുകൾ മുഴുവൻ UDF എന്ന് വിശ്വസിക്കാനാണ് നമ്മുടെ ഈ മനുഷ്യരോട് തോന്നിയത്. അത് NDAക്ക് കൊണ്ട് കൊടുക്കേണ്ട സാഹചര്യം ഇല്ലല്ലോ. അപ്പൊ UDF ഒരു മുൻതൂക്കം ഇടുക്കിയിൽ ഉണ്ടെന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. ഡീനാണ് ഒരു മേൽക്കൈ പറയേണ്ടി വരും. അതാണ് കറക്റ്റ്.